ഹായ് എല്ലാവർക്കും നമസ്കാരം. ഈ സാധനം അതായത് ഗോപ്രോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഒരു 1.5-2 വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഈ iPhone 15+ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഐഫോണിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 15+ലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സംഭവം നമ്മളിപ്പോൾ ഈ DSLR ക്യാമറകളിലൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് കാണിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നോക്കിയാൽ പ്രൊഡക്റ്റ് മാത്രമായിട്ട് കാണും, ബാക്കിലുള്ളതൊക്കെ ബ്ലറായി കാണുന്നുണ്ട്. ആ ഒരു സംഭവം നമ്മുടെ ഈ ക്യാമറയിൽ കിട്ടില്ല. ഈ ബ്ലറായിട്ട് കാണുന്ന സംഭവം ഇതിൽ കിട്ടില്ല. പക്ഷേ നല്ല ക്വാളിറ്റി വീഡിയോ ആയിരിക്കുള്ളൂ. നമ്മളിപ്പോൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഷെയ്ക്ക് ഉണ്ടാവില്ല. നമുക്ക് ആക്ഷൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ പക്കയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ ഉള്ള ആക്ഷൻ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഐഫോൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഐഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഐഫോൺ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്കൊന്ന് ഓടി കാണിച്ചു കൊടുക്കാം എന്തായാലും. ഓക്കെ, 1x ഇട്ടിട്ട് നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 1x മാറ്റി നമ്മൾ 0.5 ആക്കിയിട്ട് 5x ആക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇന്ന് തിരിച്ച് 1x ആക്കി, പിന്നെ കൂടാതെ ഇപ്പോൾ 2x ആക്കി. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. നമുക്ക് ഈ സൈഡിലായിട്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഈ ആക്ഷൻ ബട്ടൺ ഓൺ ചെയ്തിട്ട് ഞാൻ ഓടി ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഷെയ്ക്കുണ്ടോ അങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ കൈ കിടന്ന് ചെറുതായിട്ട് ഷെയ്ക്കായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാനിത് സൈഡിലേക്ക് ഇട്ടേക്കാം. ഇതെങ്ങനെയാണ് ഷെയ്ക്ക് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് നോക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ അതിൽ ഷെയ്ക്കായിട്ടൊന്നും കാണുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത് ഈ ഫോണിലാണ്, iPhone 15+ലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ 256 GB ആണ് ഇതിൻ്റെ മെമ്മറി വരുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഈ ഫോണിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബ്ലറാകുന്ന രീതിയിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ നമ്മുടെ ഗോപ്രോ ക്യാമറയിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിലിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക് കുത്താനായിട്ട് നമ്മൾ വേറൊരു ഈ C-ടൈപ്പ് കേബിളും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ റോഡിൻ്റെ മൈക്ക് കണക്ട് ചെയ്തേക്കണം. ഇപ്പോൾ ഞാൻ റോഡിൻ്റെ മൈക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മൈക്ക് വെച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യണത്. ഗോപ്രോ ക്യാമറ ആണെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ ഈ ഐഫോണിൻ്റെ മൈക്കിൽ നിന്നാണ്. ഒരുവിധം അകലെ തന്നെ നിൽക്കുന്നുണ്ടോ, ഒന്ന് അടുത്ത് വന്നേ, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, പക്കയായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബീച്ചിൻ്റെ അരികത്ത് തന്നെയാണ്, തൊട്ടരികത്ത് ബീച്ചാണ്. അപ്പോൾ ബീച്ചിൻ്റെ നോയ്സ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയിലൊക്കെ ആണെങ്കിൽ പക്ക തന്നെ ആയിരിക്കും. വേറെ മൈക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോയ സ്ഥലമുണ്ട്, അതിൽ കൂടി നടന്നു തന്നെയാണ്. അപ്പോൾ അതിലേ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി എന്തോ സാധനം പോകുന്നുണ്ട്. പാമ്പൊന്നുമില്ലെന്നുണ്ട്, എനിക്ക് തോന്നണത് കീരിയായിരിക്കും എന്നാണ് തോന്നണത്. ഇപ്പോൾ നമ്മൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൈക്കൊന്നുമില്ല, നേരെ ഗോപ്രോൻ്റെ മൈക്കിലേക്കാണ് കണക്ട് ചെയ്തേക്കണം. പിന്നെ ഇത് ഈ ഐഫോണിൽ നമ്മൾ സാധാരണ അടുത്ത് നിന്നൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, തന്നെ സംഭവം നേരിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാതെ നമ്മളിപ്പോൾ റോഡിൻ്റെ മൈക്കോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുത്തനെയാണെങ്കിൽ, ഇപ്പോൾ റോഡിൻ്റെ മൈക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുത്തനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ C-ടൈപ്പ് പോർട്ടിൽ നമുക്ക് ഈ C-ടൈപ്പിൻ്റെ തന്നെ പിന്ന് കിട്ടും. ആ സാധനം വാങ്ങിക്കാം, നേരെ ഇത് കൊടുക്കാം. ഇപ്പോൾ റോഡിൻ്റെ വയർലെസ് ഗോട്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വയർലെസ് ഗോട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഈ സംഭവം കേട്ടോ, ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സൗകര്യമാണ്. അപ്പോൾ എത്ര അകലെന്ന് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതേ സംഭവം തന്നെ നമ്മൾ ഇത് തന്നെ നേരെ ഗോപ്രോയിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു പിന്നാണ് ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ 2 മാസം ഉപയോഗിച്ചിട്ടും ബാറ്ററി നല്ല പക്കാ ബാക്കപ്പായിട്ട് തന്നെ ഇപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഗോപ്രോ കൊണ്ട് ഷൂട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4K ഒരു 60 ഫ്രെയിം റേറ്റിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ പോകും. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗോപ്രോയ്ക്ക് വോൾട്ടയുടെ സ്റ്റിക്ക് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരുവിധം നന്നായിട്ട് തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ വേണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ എല്ലാം പറ്റും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപ്രോയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് കയറ്റി എഡിറ്റ് ചെയ്തിട്ടൊക്കെ മാത്രമേ നമുക്ക് അപ്ലോഡിങ് നടക്കുകയുള്ളായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. പിന്നെ സൂം ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ലോ ലൈറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഐഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ വൈകി, അതായത് കുറച്ച് വൈകിയാണ് ഈ ഐഫോണിൻ്റെ വീഡിയോ ചെയ്തത്. കാരണം ഇതൊക്കെ കൊണ്ട് മാത്രമാണ്. കാരണം ഇത് ഉപയോഗിച്ച് പക്കയാണോന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്.